വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ്. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. ആദു സേ ഹായ്. ആദു ഹലോ ഹായ് ഹായ്. അവനോട് എൻ്റെ മൈക്കിൽ പണി കാണും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് കലാപരിപാടികളുള്ള ദിവസമാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ കേട്ടോ, നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഭയങ്കര റീച്ചല്ല, എന്നാലും നമ്മൾ പണ്ടത്തെ പോലത്തെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു വീഡിയോയിലെ താരം ഒരു സ്റ്റാർ ആദ്യക്കുട്ടിയായിരുന്നു. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയും ചേച്ചി ഈ വീഡിയോയിലെ സ്റ്റാർ അതുമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും പഴയതുപോലെ നമ്മളുടെ ചാനലിൽ ഹെയർ കെയറിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുള്ളൊരു ദിവസമാണ് കേട്ടോ. ഫസ്റ്റ് പരിപാടി ഞാനിപ്പോൾ എണീറ്റു, പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ആദ്യക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഒരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കൊക്കെ ഉള്ള. അപ്പം അതിൻ്റെ ഒരു ഷൂട്ട് എനിക്കുണ്ട്. വേറെ നല്ല ഡ്രസ്സിൻ്റെ ഒരു പേജാണ്. കുഞ്ഞുകുട്ടികൾ ന്യൂ ബോൺസിനും 18 കുറച്ച് കുഞ്ഞു കുട്ടികൾക്ക്, ബേസിക്കലി കുഞ്ഞു കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സിങ്ങിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഡ്രസ്സസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാനുണ്ട്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി. അതിനുശേഷം ഐ ഷോ യു എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസിൽ കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരുന്നുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നല്ല രീതിക്ക് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതോ സോ ഇത് ബേസിക്കലി പ്യുവർലി മമ്മാബായ് വർഷ എന്നാണ് ഇൻസ്റ്റാ ID. അപ്പോൾ അതിൽ ന്യൂ ബോൺസിനും അതുപോലെ 18 മാസം വരെയുള്ള 18 പ്ലസ് ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സസ്സാണ് നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളത്. മീൻസ് മെയിൻലി മസ്ലിനാണ് കേട്ടോ. മസ്ലിൻ ഫ്രോക്സ്, ജബ്ലാസ്, നാപ്പീസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സംഭവം. മസ്ലിനിൽ ഫ്രോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രോക്സ് മാത്രമല്ല, നമുക്ക് ജബ്ലാസ്, നാപ്പീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഞാൻ എന്ത് ചെയ്തോ ഈ കുറ്റിക്കുരുത്ത് ഇങ്ങനെയാണ്. ഇതാണ് അവസ്ഥ. വെറുതെ കരയും. കമ്മാതോ അയ്യേ, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുവാണോ? അതോ നീ വലുത് ബിഗ് ബോയ് ആവുമ്പോഴത്തേക്കും ആദ്യക്കുട്ടിയെ ഞാൻ ഉറക്കി. ഇനി എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കണം. കംപ്ലീറ്റ് ചള കൊള്ളാണ്. മോനിപ്പോൾ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് ചള കൊള്ളാം. സാധനമൊക്കെ എല്ലാം അവിടെയാണ്. ഇതൊക്കെ കണ്ടോ, മെഡിസിന്, മേക്കപ്പ്, അത് ഇത് ചപ്പ് ചവറ്, എനിക്കറിയത്തില്ല. എൻ്റെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ കണ്ടോ. അവനെ പേടിച്ച് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മേളിൽ വെച്ച് പാത്രങ്ങൾ വരെ വെച്ചേക്കാണ്. അങ്ങനെ കംപ്ലീറ്റ് കണ്ടോ. വീട് ഫുള്ള് മെസ്സാണ്. തുണി, ചപ്പ് ചവറ്, ബേസിൻ, അത് ഇത്. സോ ഇനി അടുത്ത പരിപാടി ഇതാണ്. കംപ്ലീറ്റ് ആയിട്ട് വീടൊന്ന് ഒതുക്കണം. വീടല്ല, റൂം ഒന്ന് നമുക്ക് ഒതുക്കാം. ഓക്കെ, പേടിച്ച് ശരിക്കും ഓരോ സാധനങ്ങൾക്കും ഓരോന്നിനും മണ്ടയ്ക്കൊക്കെ എടുത്ത് വെക്കണം. ഒരു രക്ഷയില്ല. എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് ഓടുന്നുണ്ട് മേളിൽ വെച്ചേക്കുകയാണ്. ഇതിപ്പോൾ തുടങ്ങുന്നത് എനിക്കറിയത്തില്ല. അതൊക്കെ കണ്ട ബഡ്സ്, എല്ലാ സാധനങ്ങളും വീട് ഫുള്ള്, റൂം ഫുള്ള് മെസ്സാക്കിയാണ് വെച്ചേക്കുകയാണ്. ഏത് സാധനം എവിടെ വെച്ചാലും അവൻ തൂക്കി പറക്കി എടുക്കും. ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടും. ഐ ഷോ യു. ബഡ്സൊക്കെ ഇതാ പൊടിച്ചൊക്കെ എല്ലാം കൊളാക്കി. അതാ ഇവിടെ കണ്ടോ, ഇതാ അവിടെ കണ്ടോ. എൻ്റെ ഈശ്വര, എനിക്ക് വയ്യ. അവൻ ഇങ്ങനെ വരും. ഇപ്പം അവൻ കുറച്ചൊന്ന് വളർന്നുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി മൊത്തം തള്ളി താഴെയിടും. അവനെ പേടിച്ച് കണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ നമ്മൾ വെച്ചേക്കണം. അപ്പം യെസ്, കം ഓൺ. അങ്ങനെ ഏകദേശം ഇവിടെയൊക്കെ ഒതുക്കി ഇതെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനത്തെ നമ്മുടെ ആദ്യക്കുട്ടിയും എണീറ്റു. ഇനി ആദ്യക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം. എൻ്റെ കുളിയും കഴിഞ്ഞു. സോ നമ്മൾ നേരെ താഴേക്ക് പോട്ടെ, ഫുഡ് കഴിക്കണം. ആദ്യക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം. സോ ആവശ്യം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഒരു സലൂണിൽ വന്ന് പെഡിക്യൂർ ചെയ്യാൻ പോവാണ്. വീട്ടിൽ കുറേ വട്ടം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സലൂണിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേ ആയി വിചാരിക്കുകയാണ് അങ്ങനെ വന്ന് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഒരു പെഡിക്യൂർ ചെയ്യാം.
കറക്റ്റായിട്ടുണ്ട്. നോട്ടെ അപ്പോൾ ഇതാണ് പെഡിക്യൂർ ചെയ്യുന്ന മുന്നേയുള്ള എൻ്റെ കാലുകൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ സംഭവം ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ, സെലൂണിൽ വന്ന് ചെയ്തിട്ടില്ല. അല്ലാണ്ട് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷേ കല്യാണശേഷം സാധാരണ പോലെ പോലും വീട്ടിൽ ഞാൻ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ഇങ്ങനെ എനിക്ക് അത്യാവശ്യം നമ്മുടെ റൈറ്റ് ലെഗിൽ തള്ളവിരലിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവളിങ്ങനെ പറയുന്നത്, നീ ഒരു പെഡിക്യൂർ ചെയ്ത് നോക്ക്, നല്ല മാറ്റം വരും. കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മളുടെ ക്യൂട്ടിക്കൽസൊക്കെ വളർന്നിട്ട് അതിങ്ങനെ നിന്നിട്ടൊക്കെ നമുക്ക് നല്ല കാലുവേദനയൊക്കെ വരും. അപ്പോൾ നമ്മൾ വൺസ് ഒരു പെഡിക്യൂർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല മാറ്റം വരും എന്നുള്ളത്. പക്ഷേ സത്യമായിരുന്നു ഗൈസ്, എനിക്കിപ്പോൾ എൻ്റെ കാലിൽ വേദനയേ ഇല്ല. ഐ മീൻ ആ തള്ളവിരലിൽ മറ്റേ നമുക്കിങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പസ്സൊക്കെ ഫില്ലായിട്ട് ഒരു പെയിൻ ഉണ്ടാവില്ല, അതുപോലെയായിരുന്നു കേട്ടോ. പക്ഷേ ക്യൂട്ടിക്കൽസൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ല കുറവായിരുന്നു. അപ്പോൾ എന്തായാലും ആ പേര് പറഞ്ഞാണെങ്കിൽ ഒരു പെഡിക്യൂറൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ റിസൾട്ട് കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഞാൻ കുറേ നാൾക്ക് ശേഷം ആഗ്രഹിച്ചിട്ടുണ്ട് പെഡിക്യൂർ ചെയ്തു. പക്ഷേ നടക്കാൻ വയ്യ ഗൈസ്, എൻ്റെ കാല് ചെറുകി പോകുന്ന ക്രീം കിട്ടണം. എൻ്റെ കാല് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പം. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. എനിക്ക് സത്യം നടക്കാനേ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ കാല് ക്ലിച്ചാന്നൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. ക്രീമൊക്കെ ഒരുപാട് ഇട്ടിട്ട്. ഇനി അത് കുട്ടി പാവം, എൻ്റെ കൊച്ചു കുറേ സമയത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു പാല് കുടിക്കാനായിട്ട്. ഈ ഒരു മിനിറ്റ്, അവൻ ക്ഷമയോടെ കാത്തിരുന്ന് ഇത്രയും സമയമാക്കി. സോ യെസ്, അപ്പോൾ ഇനി നമുക്ക് അത് കുട്ടിയെ ഫീഡൊക്കെ ചെയ്ത് അത് കുട്ടിയെ ഉറക്കിയിട്ട് കാണാം. ഓക്കെ, എനിക്ക് പെഡിക്യൂർ ചെയ്ത് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് സഹിച്ചില്ല. ചേട്ടനും തൊട്ട് പുറകെ തന്നെ ഓടിപ്പോയി അപ്പോയിൻമെൻറ്റ് എടുത്ത് വേഗം പോയേക്കുവാണ്. ഓടിപ്പോയി പെഡിക്യൂർ ചെയ്യാനായിട്ട് പോയേക്കുവാണ്. അപ്പം യെസ്, ടാറ്റ ബൈ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഇന്നലെ പെഡിക്യൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ആവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അതിനിടയ്ക്ക് ആദ്യകുട്ടി ഫസ്റ്റ് ടൈമാണ് കോഴിയെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റിൽ ആദ്യകുട്ടിയാണ് കേട്ടോ. അവരിങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. കോഴി എവിടെ? നമ്മുടെ ഇവിടെ കിഡിലൊരു മട്ടൻ ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ, കൊച്ചണ്ണൻസ് കട. അവിടെ നല്ല ഒരു കിഡിലൻ ബിരിയാണി മേടിച്ചിട്ടാണ് വന്നത്, നല്ല മട്ടൻ ബിരിയാണി. ഞാൻ ഒരു മട്ടൻ ബിരിയാണി ഒരു ഫാനായത് ഇവിടെ വീട്ടിൽ വന്ന ശേഷമാണ് കേട്ടോ. യൂഷ്വലി ഞാൻ മട്ടൻ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമേ അല്ല. കാരണം ഒരു പാലിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. പക്ഷേ ഇവിടെ വന്ന ശേഷം ഞാൻ മട്ടനൊക്കെ കഴിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെ മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പം ഞാനൊരു മട്ടൻ ബിരിയാണി ലവറാണ്. എന്ന് വെച്ചാൽ അത് മാത്രമേ കഴിക്കുള്ളൂ എന്നല്ല കേട്ടോ. ചിക്കൻ ബിരിയാണി നല്ല മണം വെട്ടി വിഴുങ്ങാറുണ്ട്, വെട്ടി വിഴുങ്ങാറുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് ആ ഒരു സൺഡേ നല്ല മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ വളവള പറയുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ നേരത്തെ കാണണം, എനിക്കറിയില്ല എന്താണ് പറയണം. എനിക്കൊന്ന് സംഗീതത്താണ് ഞാൻ സംസാരിച്ചിട്ടിരുന്നത്, അവളും എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് എന്തൊക്കെയോ വളവള പറയുന്നുണ്ടായിരുന്നു. അതുകുട്ടി നമ്മുടെ കൂടെ ഇരുന്ന് ഒരു രണ്ട് വാക്ക് കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഈ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം അതുകുട്ടിക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരു ഓർഗനൈസർ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ പാവം ഹസ്ബൻഡും നമ്മുടെ കുട്ടൂസനും കൂടെ ഇരുന്ന് എന്തൊക്കെയോ പണിയുമാണ്. ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസർ ആയിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ മാത്രമല്ല, താഴത്തെ ഒരു റാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും 4 പോർഷൻസാണ്, 4 റാക്സാണ് വരുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് തുണി വയ്ക്കാം. കുഞ്ഞുങ്ങളുടെയൊക്കെ നമുക്ക് സൂപ്പർ അയച്ച് വയ്ക്കാം. ഞാൻ ഈ പറയുന്നത് ഇച്ചിരി വലിയ കുട്ടികളുടെ വയ്ക്കാൻ പറ്റില്ല എന്നല്ല, കുട്ടികളുടെ ആകുമ്പം കുഞ്ഞു പീസ് തുണികളല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഇതിൻ്റെ അകത്ത് കൊള്ളും. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരുപാട് പേരെടുത്ത് ലിങ്ക് ചോദിച്ചു, പക്ഷേ ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം യെസ്, ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയത്തില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫിൽ 3 ഗുഡ് മോർണിംഗ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഒരു ഡേയ്സ് ഇൻ എ വീക്ക് പോലെ ആയിപ്പോയി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വന്നിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ ഇനി ഞാൻ വളവള സംസാരിച്ചിട്ടുള്ള വീഡിയോ എത്ര വരെ പോകുന്നത് എനിക്കറിയാം. ഇവിടെ ഇവക്കുട്ടിയുടെ നക്ഷത്രമാണ്, ജന്മ നക്ഷത്രം. അപ്പോൾ നമുക്ക് രാവിലെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്താൽ എല്ലാം വലിച്ച് നീട്ടി കഴിച്ച് അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.